പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിൽ ഇല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ധൂർത്തപുത്രന്റെ പുനർവായനയാണ്. ധൂർത്തപുത്രന്റെ പുനർവായനയിൽ എന്നെ സ്വാധീനിച്ച ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എൻ്റെ അടുത്ത്. എന്താണെന്നറിയാമോ? അവൻ തിരിച്ചു വരാൻ തീരുമാനിച്ചതാ. എന്താ അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെന്ന് നോക്കിയേ. ലുക്ക 15:18. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അതായത് ഇപ്പോഴും ആളിന് അസ്തമിക്കാത്തൊരു സംഭവമുണ്ട്. ധൂർത്തപുത്രൻ്റെ ആത്മാവിൽ അസ്തമിക്കാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് പാപാവസ്ഥ, ഇപ്പം എന്തെല്ലാം പാപാവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു ഇല്ലേ? പക്ഷേ ചില ആൾക്കാർ മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണുള്ളൂ. എന്താണ്? അവർക്ക് എൻ്റെ അപ്പൻ എന്നെ എപ്പോഴായാലും സ്വീകരിക്കും, എൻ്റെ അപ്പൻ കരുണയുള്ളവനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, അപ്പൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാനുള്ളൊരു മനസ്സുണ്ട്. അത് അസ്തമിക്കാത്ത അപ്പൻ്റെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്നേഹം അസ്തമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവവേദനെ നമുക്ക് നമ്മുടെ ആത്മാവിൽ അസ്തമിക്കാതിരിക്കേണ്ട ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വെച്ച് അസ്തമിക്കുന്നുവോ അപ്പം നമ്മൾ അസ്തമിച്ച് തിരികെയുള്ളൂ. ഈ ധൂർത്തപുത്രൻ്റെ ഒരു വിജയവതാണ്. അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും അപ്പൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആത്മാവ്, തിരിച്ചു വരാൻ ഒരു ബാല്യമുള്ള ആത്മാവ്. അവൻ എഴുന്നേറ്റെന്ന് പറയണം, അല്ല നിരങ്ങി തീട്ടി വരികയല്ല. അവൻ എഴുന്നേറ്റ്. അപ്പൻ്റെ സ്നേഹമാണ്, അവൻ്റെ ആത്മവിശ്വാസമാണ് അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ കാരണം. ഈ വേദലെ നീയും ഏതെങ്കിലും ഒരു തിന്മയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നീ എഴുന്നേക്കാൻ നോക്കണം. അപ്പൻ്റെ സ്നേഹത്തിലെ അസ്തമിക്കാത്ത സ്നേഹം, നിന്റെ ആത്മാവിലുള്ള അപ്പൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീ എഴുന്നേൽക്കണം. അതല്ല പിന്നീട് എന്താ? ധൂർത്തപുത്രൻ നല്ലവരാണെന്ന് ഞാൻ പറയും. അവന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഹരണപ്പെട്ടു പോയൊരു ക്വാളിറ്റീസ് ഉണ്ട്. ആത്മാവിൻ്റെ ഗുണങ്ങൾ മനുഷ്യരാശിയിൽ കാലഹരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് അയാൾ. എന്താ അയാൾക്ക് ദുരഭിമാനമില്ല. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മനുഷ്യനെ പിശാച് പൂർണ്ണമായി ആവേശിച്ച് കഴിയുമ്പോൾ, അടിമയാക്കി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ബോധമാണ് ദുരഭിമാനം. ഇത് ജോസഫിൻ്റെ വേർഷനാണ്. നിങ്ങളെല്ലാം അതിൻ്റെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ ദുരഭിമാനം ഭയങ്കരമാണ്. എന്താ കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് 18 വയസ്സുണ്ടാകുമല്ലോ, 18, 17 ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു പഴുതാര മീശയൊക്കെ വെച്ച് ഒരു മുളുകാനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അവരാരോ ബുദ്ധിജീവിയാണെന്ന് തോന്നും. പിന്നെ ആൾക്കാരെന്നാ ചെയ്യണം? വ്യത്യസ്തനാകാൻ വേണ്ടി നോക്കും. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോണ്, ഞാൻ പള്ളിയിൽ പോകണില്ല, അപ്പം ഞാൻ വ്യത്യസ്തനായി. എന്തെല്ലാം കുതറത്തരമാണ് മനുഷ്യൻ ഈ വ്യത്യസ്തനാകാൻ വേണ്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു വാദമാണ് നിരീശ്വരവാദം. എല്ലാവരും വിശ്വസിക്കുമ്പോൾ
എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനായി. എന്നിട്ട് ഈ ബുദ്ധിജീവികളെ പോലെ ഓരോരോ എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മറ്റുള്ള ഇവൻ്റെ ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇവൻ മറ്റുള്ളവരുടെ വിശ്വാസം കളഞ്ഞെടുക്കും. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ വെറും ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കും. എൻ്റെ ദൈവത്തിലെ ദൈവത്തെ കാണാതെ കർത്താവ് എന്താ പിരിയുമ്പോൾ പറയണത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതെയായിപ്പോയി. ഞാൻ ഇന്ന് അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ കണ്ടത് വലിയ അനുഗ്രഹമായിപ്പോയി. അതിൻ്റെ പേരിൽ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഉടമ്പടി തന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടുംബത്തിൽ ജീവിത വിശുദ്ധീകരണവും സുവിശേഷ സാക്ഷ്യം സംഭവിച്ചു. പക്ഷെ എന്നാലും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം, ആ ഫസ്റ്റ് ലെവലുണ്ടല്ലോ, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കണ ഒരു കോടിക്കോടി തലമുറകളുണ്ട് ഇവിടെ. അവരൊക്കെ ഈശോ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അവസാനം അവരെ ബ്ലെസ് ചെയ്തിട്ടുകൊണ്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്യണത്. വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു. അത് വല്ലാത്ത പറച്ചിലാണത്. അവനെ അവസാനം ഈശോ ബ്ലെസ് ചെയ്യണത് ആരെയാണ് ബ്ലെസ് ചെയ്യണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞ് അവൻ മറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എന്താണ്, കാണാതെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ ഞാൻ പോണത്. അപ്പം ആ ഒരു ചിലർ ഈ കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഈശോ അവസാനം പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസം ഉള്ളിലുണ്ടാവും, പക്ഷെ താൻ വ്യത്യസ്തനാകാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വിശ്വാസം തള്ളിപ്പറയും. പിന്നെ കച്ചവടക്കാരും വിശ്വാസം തള്ളിപ്പറയും. ഓട്ടോറിക്ഷക്കാരും ചില ആൾക്കാർ എല്ലാ ദൈവങ്ങളെയും വെച്ചേക്കല്ലേ, ഏത് ദൈവങ്ങളായാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിയൊക്കെ അറിയാൻ മതി എന്നുള്ള അത് കച്ചവടമാണത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പം സിനിമാടന്മാരും പാട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളി പറയുന്നവരുണ്ട്. എന്നിട്ട് എല്ലാ ഡയറക്ടേഴ്സ് എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവരേക്ക് ചാഞ്ഞ് നിൽക്കും. കച്ചവടമാണ്. കച്ചവടം ചെയ്യുന്നവരുടെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിസ്സാര പ്രലോഭനമൊന്നും അല്ലത്. തങ്ങളുടെ മറ്റുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സ്വീകാര്യമാകാൻ വേണ്ടിയും അതിൻ്റെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയും ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്. അത് അവന്മാർ പറയുന്ന അവന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞ് ചില ആൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അതെന്താണ്, തങ്ങൾ തള്ളിപ്പറഞ്ഞതല്ലേ ഇനി തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങൾ അന്ന് നിന്നോട് പറഞ്ഞില്ലടാ, ഇപ്പം നാണം കെട്ട് നീ തിരിച്ചു വരേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ ക്ഷീണം. അതിനെന്ത് അവൻ ദുരഭിമാനം കൊണ്ട് ഈ ദുരഭിമാനി എന്ന് പറഞ്ഞ ചൂണ്ടയെ പിടിച്ച മീനിനെ പോലെയാണ്. ചൂണ്ട കൊളുത്ത് ദുരഭിമാനം ചൂണ്ടയാണ്, അതാ അവനെയും കൊണ്ട് പോകത്തുള്ളൂ. ചില ആൾക്കാർ ഇടവപ്പള്ളിയിൽ പണ്ട് ഇടവപ്പള്ളി കയറത്തില്ല, അവിടെ ഈശ്വരവാദിയായിട്ട് അഭിനയിക്കും. പക്ഷേ ഉള്ളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വേറെ പള്ളികളിൽ പോയി കയറും. എല്ലാം ദുരഭിമാനത്തിൻ്റെ വിഷയമാണ്. ചില പ്രഖ്യാപിത നിരീശ്വരവാദികൾ ഭർത്താവ് പള്ളിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രി ഭാര്യ പറയും, പിന്നെ എന്നെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും വരണ്ട, ഞാൻ ആ സൈസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവൻ പോക്കരായിട്ട് ജീവിക്കും, അതിൽ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു സ്വന്തം നിലപാടെടുക്കുന്നതാണ്. കുടുംബം കലക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷെ വിശ്വാസിയായ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിശ്വാസ കരളുറപ്പുണ്ടെങ്കിൽ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അവളും പ്രാർത്ഥിച്ചും പരിശീലിപ്പിച്ചും പതുക്കെ കൊണ്ടുവരും. അത് ഓരോ കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്ന വിശ്വാസം എങ്ങനെയാണ്, അവിടുത്തെ അമ്മമാരുടെ വിശ്വാസമാണത് പിടിച്ചു നിർത്തുന്നത് ആ കുടുംബത്തെ. പക്ഷേ ഈ ധൂർത്തമത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. എൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനോ എന്ന് പറഞ്ഞില്ല, ഞാനോ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്, ഇതാണ്. എൻ്റെ പ്രാർത്ഥിക്കാനുള്ള ചൈതന്യവും പോയി, വിശ്വാസവും പോയി, ദൈവവും പോയി. എനിക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാൽ പറയാൻ പോലും ആരില്ലാതെ അപ്പം ഞാനോ, അതാണ് അർത്ഥം, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റുപറച്ചിൽ കണ്ടില്ലേ. അപ്പോൾ ദുരഭിമാനം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നും പ്രാർത്ഥിക്കാതെയും, പണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല
ഈ കഴിഞ്ഞ ഇടവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല. ഞാനിനി പ്രാർത്ഥിച്ച അമ്മയെ ചോദിക്കത്തില്ലേ, എടാ ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞില്ലടാ എന്ന് ചോദിക്കൂല. അതുകൊണ്ടാണ് ഈശോ പറയേണ്ടത് എന്താണെന്നറിയാമോ? എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യ വിശ്വാസങ്ങളൊന്നും സ്വീകാര്യമല്ല മോനെ. എന്താ കാര്യം അറിയാമോ? ഈ രഹസ്യ വിശ്വാസക്കാർ കാപട്യ വിശ്വാസക്കാരാണെന്നുള്ളത് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഉദ്ദേശിക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പം രഹസ്യവിശ്വാസം ദുരഭിമാനം മൂലമാണ് നീ രഹസ്യവിശ്വാസം ആചരിക്കണം എന്ന് ഓർക്കണം. ഈ നോൻപ് കാലം എല്ലാ ദുരഭിമാനവും വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് ദൂർത്തപ്പുറത്ത് തിരിച്ചു വന്നിട്ട് അവൻ്റെ ആശ്ലേഷത്തിൽ മുഴുകേണ്ട ഒരു കാലമാണ്. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവായിരുന്നു. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് അമ്മ വെച്ച് നിയോഗം എന്ന് പറയുന്നത് ഞാൻ OET പാസ്സാവാനായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് പറയാനും വായിക്കാനും എഴുതാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പം അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യം തന്നെ OET പാസ്സായി. പിന്നെ എൻ്റെ അമ്മ രണ്ടാമതായി പ്രാർത്ഥിച്ചത് എൻ്റെ പപ്പയുടെ മദ്യപാനം മാറാനായിരുന്നു. 10 വർഷമായിട്ട് വളരെ നാളായിട്ടുള്ള മദ്യപാനം മാറി. ഇപ്പോൾ 8 മാസമായിട്ട് പപ്പ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. മൂന്നാമതായിട്ട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് എൻ്റെ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഒരു പ്രൊസീജിയറൊക്കെ ചെയ്യാമെന്ന് പറയുമ്പം ഭയങ്കര കൈവിറയും പേടിയുമായിരുന്നു. അപ്പം ഞാൻ PTAക്ക് ചെല്ലുമ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് എന്നോട് പറയും പേടി കാരണം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ കൈവിറയും പേടിയൊക്കെ മാറി. ഇപ്പം കൈവിറയൊന്നുമില്ല. അത് 2 വർഷമായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നായിരുന്നു. അതെല്ലാം മാറി. അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം എനിക്ക് CBT എഴുതി പാസ്സാവാനായിട്ടായിരുന്നു ഞാൻ എടുത്തത്. ആദ്യത്തെ തവണ ഞാൻ ഫെയിലായിപ്പോയി. അത് കഴിഞ്ഞ് CBT ഞാൻ ഒന്നും കൂടെ എഴുതിയ സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വളരെ മുറുകി പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ശരി ഉത്തരം കാണിച്ചു തരണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ എഴുതിയത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ CBT 2ാമത്തെ തവണ എഴുതി പാസ്സായി. പിന്നെ ജാനുവരി മാസത്തിൽ UK ഡിവോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള പോകാനുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പക്ഷേ ഓഫർ ലെറ്റർ വരാനായിട്ട് 2ാമത്തെ ഓഫർ ലെറ്റർ വരാനായിട്ട് കുറേ സമയമുണ്ട്. അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏജൻസിയെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നേ വരും, ഓഫർ ലെറ്റർ വരും എന്നൊക്കെയായിരുന്നു. അപ്പം കുറേ നാളായി വരാതിരുന്നു. അപ്പം ഞാൻ മാർച്ച് 3 എന്നൊരു ഡേറ്റ് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ പെട്ടെന്ന് വരികയും പിന്നെ COS വന്നു, വിസ ഇപ്പോൾ എനിക്ക് കിട്ടി. അന്നേരം അതിനിടയ്ക്ക് ഒരു പുറത്തുനിന്ന് ഒരു ആളെന്നോട് ചോദിച്ചു ഏപ്രിൽ വരാൻ ഇഷ്ടമുണ്ടോയെന്ന്, മാർച്ച് 3-ാം തീയതി. അപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ ലെറ്ററും COS ഒക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് ഈ ഏപ്രിൽ 27-ന് ഞാൻ പുറത്തോട്ട് പോവുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി. എൻ്റെ പേര് ഷീന സജി. ഞാൻ കോഴിക്കോട് കൂടരഞ്ഞിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത്. മോന് ചെവിവേദനയും ജലദോഷവുമായിരുന്നു. ജലദോഷവുമായിട്ട് ഞങ്ങൾ 2-3 ആശുപത്രിക്കൂടെ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു സാധാ ജലദോഷമാണ്, പനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിലിറ്റിക്കാനും ചെവിയിലൊഴിക്കാനും ഒക്കെ മരുന്ന് തന്നു. അതിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാലും ചെവിയുടെ വേദന മാറുകയോ പനി പോവുകയോ ചെയ്തിരുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ ഒരു 2 മണിയായപ്പോൾ മകനൊരു കരച്ചിൽ കേട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം മകൻ്റെ ചെവിയിൽ നിന്ന് അതിശക്തമായിട്ട് ബ്ലഡ് വരികയും ആ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചു ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെയും പിള്ളേരെയൊക്കെ വിളിച്ചു വേഗം കൊച്ചിൻ്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഞങ്ങൾ മുക്കം KMCT ആശുപത്രിയിൽ കൊണ്ടുചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ചെവിയുടെ പാട പൊട്ടിയതാണ്, ചെവിക്ക് കേൾവിക്കുറവ് വരാൻ സാധ്യതയുണ്ട്, ഇനി അത് ക്ലിയറായി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്, വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. തൽക്കാലം ഇപ്പം 2 ആഴ്ചയോടെ അഡ്മിറ്റ് ചെയ്ത്
ആൻറ്റിബയോട്ടിക് എടുക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചയോടെ അഡ്മിറ്റായി. ആൻറ്റിബയോട്ടിക് എടുക്കുകയും എല്ലാ ദിവസവും രാവിലെ ചെവി ക്ലീനാക്കി ബ്ലഡ് നീക്കം ചെയ്യും, എന്നിട്ട് പഞ്ഞി വെക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുചെന്നാലും ഒന്നരാടം ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കണമായിരുന്നു. സ്കൂളിൽ പോകുകയൊക്കെ ചെയ്യുമ്പോഴും പഞ്ഞിക്കകത്ത് ചെവിയുടെ ഉള്ളിൽ പഞ്ഞി വെച്ചോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇവൻ്റെ ചെവിക്ക് എന്നാ പറ്റി, എന്തിനാ ഇങ്ങനെ പഞ്ഞി വെച്ചോണ്ട് പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ചെവി വേദനയായിട്ടാന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ കാശുരൂപം ചെവി വെച്ച് പ്രാർത്ഥിക്കുക, അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മിക്ക് എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല, മമ്മിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മമ്മി തന്നെ ചെയ്തോ, ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനത് വെച്ചില്ല. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയം ഞാൻ നോക്കി. അപ്പോൾ ഒരു രാത്രി 12 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാശുരൂപം കൊണ്ടുപോയി ഇവൻ്റെ ചെവി വെച്ച് 7 വിശ്വാസ പ്രമാണവും 7 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. 5ാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായപ്പോഴേക്കും എൻ്റെ കൈ മുഴുവനും കരണ്ടിൽ നിന്ന് ഷോക്കടിക്കുന്ന പോലെ അതിശക്തമായിട്ട് അങ്ങോട്ട് തരിപ്പ് കയറി, ശരീരം ആകെ അങ്ങോട്ട് തരിച്ചു. ഞാൻ അപ്പം ഉറക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വാക്കിയും കൂടെ ചൊല്ലി. എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ പോയി കിടന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ചെവിക്ക് എങ്ങനെയുണ്ട്, ഇപ്പം നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചു. മമ്മി അത് എന്നതിനാ അങ്ങനെ ചോദിക്കുന്നത്, മമ്മി എൻ്റെ ചെവിയിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, നീ മരുന്നൊക്കെ ഒഴിച്ചിട്ടല്ലേ കിടന്നത്, അത് കാരണം കുറഞ്ഞോന്ന് ചോദിച്ചതാന്ന് പറഞ്ഞു. ആ മമ്മി ഇപ്പോൾ കുറവുണ്ട്, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇപ്പോൾ ചെവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാൻ കാശുരൂപം ചെവി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായി, മാതാവ് അനുഗ്രഹിച്ചതാ, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിൻ്റെ ചെവിയുടെ വേദന മാറി കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ 10 മാസമായി, ഇതുവരെ ചെവി വേദന ഉണ്ടാവുകയോ ചെവി പഞ്ഞി വെക്കേണ്ട ആവശ്യം വരികയോ ആശുപത്രി പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെയാണ്. ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് വന്നായിരുന്നു. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിൽ നിന്നും താഴേക്ക് വീണതാണ്, ഒരു സിംസ്തേരിയുടെ കെട്ടിൽ നിന്നായിരുന്നു. പാപ്പന് കോവിഡ് ബാധിച്ച് മരിച്ചായിരുന്നു. കഴിഞ്ഞ 2022 ജനുവരി മാസത്തിൽ. അപ്പോൾ അങ്ങനെ ആ സംസ്കാര ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിംസ്തേരിയിൽ നിന്ന് കെട്ടിൽ നിന്ന് താഴേക്ക് വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ വലത്തെ ചെവി അറ്റുപോയി. ആരാമാരിയുടെ വാരിയലുകളുടെ അകവും പുറവും മൊത്തം പൊട്ടിപ്പോയി. തോളല് പൊട്ടി ശ്വാസകോശത്തിൽ കയറി. വലത്തെ കൈ 5ആയിട്ട് ഒടിഞ്ഞുപോയി, ഇടത്തെ കൈ ഒടിഞ്ഞുപോയി. അങ്ങനെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ 22 ദിവസം അതീവ പരിചരണയിൽ ഐസിയുവിലായിരുന്നു. ഡോക്ടർ ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു അനുഭവത്തിലല്ലായിരുന്നു കിടന്നത്. ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിന്ന് ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുപോയാലും സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ഇനി ഉടനെ ചെയ്യുവാൻ കഴിയുകയോ പണിക്ക് പോകാൻ പറ്റുമോ ഒന്നും പറ്റിയല്ല, അപ്പോൾ അങ്ങനെ കിടക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടവരികയും അവളിവിടെ വന്ന ഉടമ്പടി എടുത്ത് ആങ്ങളെ എഴുന്നേറ്റ് നടക്കുന്നൊന്ന് കിട്ടിയാൽ മാത്രം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാനും കഞ്ഞി വാരി കുടിക്കാനെങ്കിലും ഒന്നുള്ളൊരു കഴിവ് മാതാവേ കൊടുക്കണമെന്ന് പറഞ്ഞ് 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 മാസമായപ്പോഴേക്കും മെല്ലെ സ്വന്തം എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞൊരു 4 മാസമായപ്പോഴേക്കും സ്വന്തം എഴുന്നേറ്റ് നടന്നു. 6 മാസമൊക്കെ ആയപ്പോഴേക്കും പണിക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അവളിവിടെ വന്നിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തിന് 1000 നന്ദി. ഹലോ, എൻ്റെ പേര് രാജു നൂച്ചുമണ്ണിൽ ചാലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ കൂടുന്ന ഒരാളാണ്. ഞാൻ 2019 ഈ കൃപാസനത്തിൽ വരാനുള്ള കാര്യം എൻ്റെ ഭാര്യ മകളുടെ അടുത്ത് നിൽക്കുകയാണ് അമേരിക്കയിൽ. അപ്പം ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 46 ലക്ഷം രൂപ കടമുണ്ട് വീട് വെച്ച്. അപ്പോൾ ഇവിടെ വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഭാര്യ ഇങ്ങനെ നിരന്തരമായി എന്നോട് പറയുകയാണ്, നിങ്ങൾ കൃപാസനത്തിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കടം തീരുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സഹിക്കുന്നത് വലിയ പാടായിട്ട് ഞാൻ വരണമെന്ന് ആശിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം പോയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. 373 നമ്പറും കണ്ടു കിട്ടി 2019. ആ ഉടമ്പടി ഞാൻ എടുത്തിട്ട് ഡെയിലി പ്രാർത്ഥനയൊന്നും എൻ്റെ കൂടെ നടക്കാതെ വന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉടമ്പടിയിൽ മുന്നോട്ടുള്ള പോക്ക് കൂടി. അപ്പം 19, 20, 21, 22, 23 അപ്പോൾ ഭാര്യയിനിടയ്ക്ക് പറയും, അച്ഛനെ കാണുന്നുണ്ട് എല്ലാവരും, നിങ്ങൾക്ക് അച്ഛനെ പോയി കാണല്ലോ. ഞാൻ പറഞ്ഞു, അച്ഛനെ പോയി കാണാൻ തക്കണം ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ, നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയും. അരമണിക്കൂർ അവളെ ഏൽപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പത്രം ഞാനിവിടുന്ന് മേടിക്കുന്നുണ്ട്. പത്രം കൊണ്ടുവന്ന് ആദ്യം 100 രൂപയുടെ പത്രം മേടിക്കും, അതുകൊണ്ടൊന്ന് ഓരോ വീട്ടിൽ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം ഭാര്യ വിളിച്ച് പറഞ്ഞു, എൻ്റെ മൂക്കിൽ കൂടെ രക്തം വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ കൃപാസനത്തിൽ പോയി ഇപ്പം പ്രാർത്ഥന ശക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്പം, അപ്പം ഞാൻ പ്രാർത്ഥിക്കാം, വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഞാൻ എൻ്റെ നെറ്റിയിൽ തേച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു.